ഇന്നലെ രാത്രി കിട്ടിയ മീൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചിന്തിക്കാം സ്വാഭാവികം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ കറി. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആവോലിനെയും വറ്റനെയും ഞാൻ പുറത്തേക്ക് എടുത്ത് മാച്ചാനും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ വിട്ടത്തേച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് ആവോലിനെ തേങ്ങ അരച്ച് കറി വെക്കാം. വറ്റനെ വറക്കുകയും ചെയ്യാം കേട്ടോ. സാധാരണ മാച്ചാനും ആവോലിയൊക്കെ തേങ്ങാപ്പാൽ വിനാഗിരി ഒഴിച്ചിട്ട് കറി വെക്കണതാണ് അപ്പന് കൂടുതൽ ഇഷ്ടം. പക്ഷെ തേങ്ങ കുറവായി പോയി. അപ്പം ഞാൻ കരുതി ഇച്ചിരി അരച്ചിടാന്ന്. അങ്ങനെ വറുക്കാനുള്ള വറ്റയൊക്കെ വരഞ്ഞിട്ട് അരപ്പൊക്കെ പൊത്തി അവിടെ വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ച് തേങ്ങയരപ്പും ചാറിന് ആവശ്യമായ വെള്ളവും ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പുറത്തടുപ്പിലോട്ട് മീനും വറക്കാനിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചാറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ആവോലിയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വെക്കാം. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വറുക്കാനിട്ട മീനെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ കോവയ്ക്കല്ല വെണ്ടയ്ക്ക നമുക്ക് താളിച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് വെണ്ടയ്ക്കേനെ തട്ടിയിട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ട് വെണ്ടയ്ക്ക് വെക്കണത്. പക്ഷേ ഇന്ന് കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കണത്. അയ്യോ ഭയങ്കര ദാരിദ്ര്യം അല്ലേ. എൻ്റെ കറികളൊക്കെ മൊത്തം റെഡിയായി. എനിക്കും ചേട്ടനും ചോറ് വിളമ്പി കേട്ടോ. ആ വലിയ വറുത്ത മീനുള്ള പാത്രം ചേട്ടനാണ് കേട്ടോ. ചെറുതാണ് എൻ്റെ പാവം ഞാൻ. അപ്പം അത്ര